ഇന്ന് 2024 നവംബർ 24 രാവിലെ ഏകദേശം 9 മണി കഴിഞ്ഞിരിക്കണം. ഞാൻ കുറച്ച് വൈകിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത്തിരി തിടുക്കപ്പെട്ട് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങോട്ടാ മാഷയെന്ന്. വേറെ എങ്ങോട്ടല്ല, നമ്മുടെ പരിയങ്ങാട് പുത്തമ്പറമ്പ് ജയകുമാറിൻ്റെ വീടിൻ്റെ മെയിൻ വാർപ്പായിരുന്നു. വീടിൻ്റെ വാർപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കല്യാണം പോലെയാണല്ലോ. ഞാൻ ജയകുമാറിൻ്റെ വീടിൻ്റെ വാർപ്പ് നടക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ശരിയാ, ഞാൻ കുറച്ച് വൈകിയിട്ടുണ്ട് നന്നായിട്ട്. ഞാനല്ലാത്ത നാട്ടിലെ സകലമാന ആളുകളും അവിടെ എത്തിയിട്ടുണ്ട്. ചായക്ക് ക്ഷണിക്കുന്നുണ്ട്, നെയ്യപ്പം തിന്നാൻ ക്ഷണിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. നാട്ടിലെ പൊതു കാര്യങ്ങൾക്കൊക്കെ വരുന്ന എല്ലാ ആളുകളും അവിടെ ഉണ്ട്. നോക്കുക, ഇവിടെ വാർപ്പിൻ്റെ പണി മെയിൻ കോൺക്രീറ്റിങ് ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ഈ ആളുകളൊക്കെ പുറത്തുനിന്ന് വിളിച്ചിട്ടുള്ള ബംഗാളികളോ അതിഥി തൊഴിലാളികളോ ഒക്കെയാണെന്ന്. നിങ്ങൾക്ക് തെറ്റി. ഇത് പുത്തമ്പറമ്പത്ത് ജയകുമാറിൻ്റെ വീടിൻ്റെ വാർപ്പ് ഇത്തിരി പ്രത്യേകതയുള്ള ഒരു വാർപ്പാണ്. അത് ഈ നാടിൻ്റെ ഉത്സവമാക്കി എടുത്തിട്ടാണ് ആ വീടിൻ്റെ കോൺക്രീറ്റിങ്ങും എല്ലാ പണികളും നടത്തുന്നത്. ഇന്ന് മെയിൻ വാർപ്പാണെന്ന് മാത്രം. ഇതിൻ്റെ മുമ്പ് ജയകുമാറിൻ്റെ വീട് ഈ മഴക്കാലത്ത് ഇരുന്ന് പോയതാണ്. കരിങ്കല്ല് കിട്ടാൻ ഇത്തിരി ക്ഷാമമുണ്ടായി എന്നതൊഴിച്ചാൽ എന്ന് തൊട്ട് വീട് വീണിട്ടുണ്ടോ അന്ന് തൊട്ട് നാട്ടുകാർ ജയകുമാറിൻ്റെ വീടിൻ്റെ പണിക്കായിട്ട് ജാഗ്രതയിലുണ്ട് എല്ലാവരും. നമ്മുടെ കണ്ടങ്ങൂര് മധുസൂദനൻ കൺവീനറും ചിത്രകാരനായിട്ടുള്ള MT രവിയേട്ടൻ ചെയർമാനുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ കീഴിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് കുറച്ച് കാലമായിട്ട് അതിൻ്റെ പ്രവർത്തനം ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ്. CPMൻ്റെ കീഴിലാണ്. ഏകോപനം എന്നതൊഴിച്ചാൽ ജയകുമാറിൻ്റെ വീട്ടുകാരും കുടുംബാംഗങ്ങളും നാട്ടുകാരും രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ ഈ പരിപാടികളിൽ പരമാവധി സഹകരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ജയകുമാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും അതുപോലെ തന്നെ നാട്ടിലെ തൊഴിലെടുക്കുന്ന യുവജനങ്ങളുടെയും കൂട്ടായ്മയാണ്. വീടിൻ്റെ തറകെട്ട് തൊട്ട് ചുമര് വയ്ക്കൽ തൊട്ടിട്ട് ലിൻഡൽ വാർക്കൽ തൊട്ടിട്ട് തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ പരിപാടികളും കാശ് വിരിക്കുന്നതും അതുപോലെ തന്നെ സാധനങ്ങൾ ശേഖരിക്കുന്നതും പരിപാടികൾ നടത്തുന്നതൊക്കെ ജനകീയ കൂട്ടായ്മയായിട്ടാണ്. ഈ ഒരു അധ്വാനത്തിന് പകരം വയ്ക്കുന്ന മറ്റൊന്നും ഈ ഭൂലോകത്തില്ല എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ മനുഷ്യരുടെ കൂട്ടായിട്ടുള്ള അധ്വാനം, അവരുടെ കളിയും ചിരിയും, അവരുടെ സംസാരം, അവരുടെ പ്രവൃത്തിയും, അതേ സമയത്ത് ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള അവരുടെ ആ പ്രവർത്തനം എത്ര അനുമോദിച്ചാലും നമുക്ക് മതി വരില്ല. ഈ നാടിന് മറ്റ് മനുഷ്യർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല സന്ദേശങ്ങളിൽ ഒന്നാണ് ഇത് എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ പണിക്കാരും വളരെ നേരത്തെ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ നാട്ടിലെ തൊഴിലെടുക്കുന്ന ജനവിഭാഗങ്ങളാണ് ഇവിടെ അണിനിരന്നിട്ടുള്ളത്. മറ്റെവിടെ നിന്നും കാശ് കൊടുത്ത് രാവിലെ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന അതിഥി തൊഴിലാളികളെയല്ല. നമ്മുടെ നാടിൻ്റെ മാൻ പവർ, മനുഷ്യാധ്വാനം, അത് സ്വയം സന്നദ്ധരായി എന്തെങ്കിലും പ്രതിഫലം ഇച്ഛിക്കാതെ വന്ന് ജയകുമാറിനോടുള്ള കരുണ, ആർദ്രത, മനുഷ്യസ്നേഹം കാണിക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. ഞാനിത്തിരി വൈകിപ്പോയി. ഒരു വീട് ഒരുങ്ങുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ വീടിൻ്റെ ഉറപ്പ് മറ്റൊരു വീടിനും ഉണ്ടാവില്ല. കാരണം ഒരുപാട് മനുഷ്യരുടെ സ്നേഹത്തിൽ ചാലിച്ച, അവരുടെ അധ്വാനത്തിൻ്റെ തഴമ്പുള്ള, അവരുടെ സന്മനോഭാവത്തിൻ്റെ പ്രതീകമാണ് ഇത്തരം വീടുകൾ.
ഈ പ്രവൃത്തിയിൽ പങ്കെടുക്കുന്നത് സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല, സ്ഥിരമായി കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ തന്നെയാണ് വലിയൊരു വിഭാഗമെങ്കിലും മറ്റു വിഭാഗങ്ങളെല്ലാം ഈ വീട് നിർമ്മാണ പ്രവർത്തനത്തിൽ കമ്മിറ്റിയോട് സഹകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാർ ജീവനക്കാരുണ്ട്, പോലീസുകാരുണ്ട്, KSEB ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, ഫയർ സർവീസിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട്, സ്ഥിരമായിട്ട് പെയിൻറ്റിങ്ങിനും കോൺക്രീറ്റ് പണിക്കും കൂലിപ്പണിക്കും പോകുന്ന വിഭാഗം ജനങ്ങളുണ്ട്. ഇതൊരു നാടിൻ്റെ പരിച്ഛേദമാണ് എന്ന് തീർച്ചയായും പറയാം. വിജയകുമാറിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും വളരെ ആത്മാർത്ഥമായി സ്നേഹത്തിൽ ചാലിച്ച ഒരു വീട് എത്രയും പെട്ടെന്ന് പൊങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും കുറേ കൂടെ കാര്യങ്ങൾ ഒരു ഭംഗിയുള്ള വീടായിട്ട് ജയകുമാറിന് കയറി താമസിക്കണമെങ്കിൽ ആവശ്യമാണ്. അതിന് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ആവശ്യമാണ്. സ്ഥിരമായിട്ട് ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റാവുന്ന ഒരവസ്ഥയിൽ അല്ല ജയകുമാറിൻ്റെ ആരോഗ്യവും മറ്റു കാര്യങ്ങളുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഒരു ദിവസം പോലും ഇല്ലാതെ ജയകുമാർ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ ചെറിയൊരു കുടുംബമാണെങ്കിൽ പോലും അത് നിത്യേന എന്നോണം പുലർന്നു കിട്ടാൻ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സേവന പ്രവർത്തനങ്ങളുടെ വ്യാപ്തി മുമ്പെന്നത്തേക്കാളുപരി നമുക്ക് ബാധ്യത അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയേണ്ടി വരും. ഒരു ഉത്സവഛായയിലാണ് ഈ വീട് നിർമ്മാണ പ്രവർത്തികൾ ഇതുവരെ നടന്നു വന്നിട്ടുള്ളത്. പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആളുടെ മുഖത്ത് എപ്പോഴും സന്തോഷവും സംതൃപ്തിയാണ്. അതുപോലെ തന്നെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു സേവനം എപ്പോഴും ആർക്കും കാണാവുന്ന രീതിയിലുള്ളൊരു സേവന പ്രവർത്തനമാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് മുന്നിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. ഇതിനെല്ലാം ഒരു അധ്വാനത്തിൻ്റെ ഒരു പ്രതീകമാണ് ഇവിടെ വരിക. മാനവികമായ കൂട്ടായ്മയുടെ ഒരു പ്രതീകമാണ് ഇവിടെ വരുന്നത്. ഇത്തരം സ്നേഹവീടുകൾ നമ്മുടെ ചുറ്റുപാടും തൊട്ടടുത്ത പ്രദേശങ്ങളിലുമൊക്കെ ഉയരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതോടൊപ്പം ഇനിയുള്ള പ്രവർത്തനങ്ങളിലും എല്ലാവരും സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു നാടിൻ്റെ കൂട്ടായ്മയാണ്. രാഷ്ട്രീയ ബന്ധങ്ങൾക്കപ്പുറം മാനുഷിക ബന്ധങ്ങൾക്കാണ് എപ്പോഴും ഇവിടെ മുൻഗണന. ജയകുമാറിൻ്റെ കുടുംബം ഇപ്പോൾ തൊട്ടടുത്തുള്ള ബന്ധുവീട്ടിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ വീണ്ടും ഞാനിതാ കാണിക്കാൻ പോകുന്നത്. തൊട്ടടുത്തുള്ള വീട്ടിലാണ് ഈ മഴയുടെ ദുരിതങ്ങൾക്ക് ശേഷം അവർ അഭയം തേടിയിട്ടുള്ളത്. ഏതായാലും വളരെ കുറഞ്ഞ കാലയളവ് കൂടി മതിയാവും അവർക്ക് സ്വന്തമായിട്ട് നാട്ടുകാരുടെ സഹായത്തോടുള്ള ഈ വീട്ടിലേക്ക് കയറി പറ്റാൻ എന്ന് ആഗ്രഹിക്കുന്നു. ഇത്തരം കൂട്ടായ്മകൾ നീണാൾ വാഴട്ടെ.